സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ആൺകുട്ടി നിറഞ്ഞു പോയതാ. പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ കൂട്ടും, പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടെ വിളിക്കൂ സ്നേഹത്തോടു കൂടി. ഞാൻ വരണോ? വരണോ വേണ്ടത് പോലെ കൈപ്പത്തിയില്ലാത്ത, കൈകൾ അനക്കാൻ കഴിയാത്ത ഒത്തിരി പേര് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. അവർക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ കാഴ്ചകളും കാണുന്നവരുടെ സപ്പോർട്ട് വേണം. ഒത്തിരി പൈസയൊന്നും ഞങ്ങൾക്ക് തരണ്ട, പക്ഷേ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടുന്ന ആ സ്നേഹം ഉണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ശക്തിയും എല്ലാം. തരൂലേ? തരൂലേ? അത് മതി. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും, അച്ഛൻ ചെയ്യുന്നത് അച്ഛനും. രണ്ടുപേരും കൂടെ ഉണ്ടായാൽ ഖുഷി. ഹാപ്പി ആയോ കുഞ്ഞുട്ടാ? ഇനി എന്താ വേറെ പറയാനുള്ളത്? എല്ലാവർക്കും മാതൃദിന ആശംസകൾ. ഗുഡ്. അപ്പൊ നമുക്ക് വിശ്രമിച്ചാലോ? താങ്ക് യു. നമ്മുടെ ഈ പപ്പറ്റിന് കോഴിക്കോടിനോട് വലിയൊരു കടപ്പാടുണ്ട്. കാര്യം ഇതിൻ്റെ തലയുണ്ടാക്കി നമ്മൾ കോഴിക്കോട് ബീച്ച്, ക്ലീൻ ഗ്രീൻ ബീച്ച് എന്നുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഐസ്ക്രീം ബോളാണ് ഇതിനകത്തുള്ളത്. ഇത് നമുക്ക് പായസം മിക്സിൻ്റെ കൂടുകളാണ് ഇവിടെ ഇതിന് ബോഡി ആക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാം നമ്മുടെ ഹ്യൂമൻ പാർട്ട് അനങ്ങുന്ന പോലെ തന്നെ അനക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു വയറുകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വടി മാത്രം നമ്മൾ തേക്കിൻ്റെ കഴ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ കലയല്ല ഈ പപ്പറ്റ് ഷോ. ഇത് ഇപ്പം കൽക്കത്ത പപ്പറ്റ് തിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാനിലെ ബുൺറാക്കു എന്ന് പറയുന്ന പാവനാടക സങ്കേതമാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കും ഇത് പരിശീലിക്കാം. ഭയങ്കര തിയേറ്റർ സംഭവമൊന്നും വേണ്ട. ഇതിലുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ നമുക്കിവിടെ വേണ്ട റിപ്പയറുകളൊക്കെ നമുക്കിന്ന് ചെയ്യാം. ഇത് ഒരു തിയേറ്റർ പ്രാക്ടീഷണറായിട്ടുള്ള പ്രീതി എന്ന് പറയുന്ന ഹൈദരാബാദിൽ നിന്നുള്ള കൂട്ടുകാരി വീട്ടിൽ വന്ന് 1.5 മാസം പാവനാടകവും പാവനിർമ്മാണമൊക്കെ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ചെയ്ത ഒരു പപ്പറ്റാണ്. 10 ദിവസം ഡിസൈനിങ്ങും 5 ദിവസം അതിൻ്റെ പിന്നെ നിർമ്മാണവും. നിങ്ങൾക്ക് നന്നായി മതി. നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ വലിയ പെട്ടിയോ വലിയ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട. നമുക്ക് പറയാനുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇത് വെച്ചിട്ട് സംസാരിക്കാം. സ്ത്രീ ശാക്തീകരണത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ടൂളാണ് പപ്പട്രിയുടെ. അപ്പോൾ അത് എല്ലാവരും പെർഫോമേഴ്സ് ആവണമെന്നില്ല. ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഉണ്ടാക്കുകയും അതോടൊപ്പം സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയുന്നവർക്ക് സ്റ്റോറി ഉണ്ടാക്കുകയും പെർഫോം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ത്രീ ശാക്തീകരണവും മാതൃകം എന്നതിൻ്റെ പൂർണ്ണതയും ഒക്കെ അപ്പോൾ ഇത്രയും കാത്തിരുന്നതാ. പലരോടും ചോദിച്ചതാ. പക്ഷേ എവിടെ പോയോ എന്തോ. ഒന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴാ 8 പൊട്ട് തിരിയാത്ത ആ കുഞ്ഞിനെ കാണാതായത്. എത്ര നേരമെന്ന് വെച്ചാ ഒരേയിടത്ത് തന്നെ ഇരിക്കുക. പല കാര്യങ്ങളില്ലേ, പലയിടത്ത് ഇടപെടണ്ടേ. ആണായാലും പെണ്ണായാലും കുട്ടികളെന്നും കുട്ടികളാ, മനുഷ്യരെന്നും മനുഷ്യരാ. നിങ്ങളാരെങ്കിലും എൻ്റെ കുഞ്ഞുകുട്ടിയെ കണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറ. 3-4 ദിവസമായിട്ട് കാത്തിരിക്കുക. എവിടെയാ എന്താ എന്നൊന്നും അറിഞ്ഞൂടാ. ആകെക്കൂടെ ഇത്തിരി പോരം ചാരം ഉണ്ടായിരുന്നു വീടിനകത്ത്. അമ്മ ഒരേ ഇരിപ്പ് നിൽക്കാതെ ഇരിക്കാതെയും എന്തേലൊക്കെ കഴിച്ചുകൂടായിരുന്നോ? എന്നിട്ട് ഇല്ല, എനിക്കൊന്നും കഴിക്കാൻ പറ്റൂല. അവനെ എവിടെയെങ്കിലും കണ്ടിണെങ്കിൽ അതൊന്ന് പറ. അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, വിഷമിക്കണ്ട, നമ്മളെല്ലാവരും അന്വേഷിക്കണ്ടല്ലോ. പിന്നത്തെ പ്രശ്നം, അമ്മയൊരു കാര്യം ചെയ്യും, ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിക്ക്. ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പോയ വഴിക്ക് അമ്മയ്ക്കും കൂടെ വരാം. പോയി നോക്കാം.
വന്നില്ലടാ, കണ്ണ് തുറക്കുവാവേ. അമ്മയല്ലേ ഉമ്മ. അമ്മ അതിനെ ഞാൻ ഉമ്മ വെക്കല്ലേ. എപ്പോ വേണമെങ്കിലും അടർന്നു പോവോ അതിന്റെ മുഖം. വേണ്ട അമ്മ. ഒരമ്മയ്ക്ക് അതിന്റെ കുഞ്ഞിനപ്പുറത്തൊന്നുമില്ല. അമ്മ 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 ഞാനിതിനെ എവിടെയും കൊണ്ടുപോയി വേണ്ട പോലെ സംസ്കരിച്ചോളാം. അമ്മ അമ്മ വേണ്ട, ഇനി ആരുടെ സഹായം വേണ്ട ഈ അമ്മയ്ക്ക്. അമ്മ എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുഞ്ഞാവേ, നിനക്ക് വിശന്നപ്പോ ഇത്തിരി അന്നം തരാൻ കഴിയാത്ത ഒരു പാവ അമ്മയായില്ലേ. ദൈവമേ ദൈവമേ. അമ്മ അതിനും കൂടെ താ. പൊക്കോ പൊക്കോ പൊക്കോ. വാവേ മാപ്പ് കുഞ്ഞെ. അമ്മ 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 ആരുമില്ലാതെ ആ തെരുവിൽ ചത്ത് വീഴേണ്ടതായിരുന്നു ഞാൻ. എന്നിട്ട് അമ്മ പോവല്ലേ. ഈ തലപ്പാവ് കണ്ട, ഇത് അമ്മ എനിക്ക് പിറന്നാളിന് ഉണ്ടാക്കി തന്നല്ലേ. നോക്കിയേ.